ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും സെഫിസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് താൻ പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആ മേലധികാരി തന്നോട് കരുണ കാണിക്കാൻ പോകുന്നതിനായിട്ട്, ആ ഫേവർ തൻ്റെ മേളിൽ ഓപ്പൺ ആകാൻ പോകുന്നതിനായി മമ്മി ഞാൻ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വലിയ വിടുതൽ തൻ്റെ മേളിൽ അയക്കുകയാണ്. ഞാൻ അതിനകത്ത് ഇങ്ങനെന്ന് പറയുകയാണ്, കർത്താവേ, ഈ മകൾക്ക് ആ ജോലി കൊടുത്തതിനായി നന്ദി. കാരണം നന്ദി പറച്ചിൽ ലഭിച്ചതിൻ്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. കർത്താവെ, പൂർണ്ണമായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ വിശ്വാസം എല്ലാം വർദ്ധിപ്പിക്കാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. കർത്താവെ, ഈ മകൾക്ക് ആ ജോലിയുടെ വാതിലങ്ങ് തുറന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ജൂലൈയിൽ ഒരു എക്സാം എഴുതാനുണ്ട്. ആ എക്സാമിനകത്ത് അത്ഭുതകരമായ വിടുതൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി നന്ദി. കർത്താവ് മാനിച്ചിരിക്കുന്നതിനായി നന്ദി. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഇപ്പോൾ ഈ മകൾക്ക് വേണ്ടി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ ഞങ്ങളുടെ മകളുടെ മേളിൽ വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി. യേശുവേ, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് ഈ മകൾക്ക് വേണ്ടി ആ ജോലി കൊടുത്തതിനായി നന്ദി. കർത്താവെ, താൻ ഹല്ലേലൂയ ആ അപ്ലൈ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മേളിൽ തനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു കൊടുക്കുന്ന വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ആ മകൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടണമേ. രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുന്ന, ഹല്ലേലൂയ, രാജാക്കന്മാരുടെ ഉറക്കത്തെ കെടുത്തുന്ന ദൈവമേ, ഒരത്ഭുതം നീ ചെയ്യണമേ, ഒരത്ഭുതം നീ ചെയ്യണമേ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തണമേ. അപ്പം പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജൂലൈയിൽ എഴുതുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കണം. കർത്താവെ, ഈ രണ്ട് വിഷയത്തിനകത്തും വലിയ ദൈവപ്രവൃത്തി നടന്നതിനായി നന്ദി. കർത്താവെ, മകളെ വലിയ സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. പ്രിയരെ, ഇതാ എബ്രായ ലേഖനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. എന്നെ കേൾക്കുന്നവരെ, എക്സ്റേ രശ്മികൾക്ക് കാണാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ വചനത്തിന് കാണാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ്. പ്രിയരെ, 119 സങ്കീർത്തനം 105 വാക്യം പറയാം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. 119 സങ്കീർത്തനം 130 വാക്യം പറയും, നിൻ്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. അപ്പോൾ വചനം ഒരാൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് മുഴുവൻ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അതേ നിലയിൽ തന്നെ ഈ ദൈവവചനത്തിന് ദൈവത്തോളം അധികാരമുണ്ടെന്നും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1 വാക്യം പറയണം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വേടിൽ വിശ്വസിക്കുന്ന ആളാണ്. വചനം ഇടപെട്ടാൽ അത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ല. വചനം തരുന്ന സമാധാനം അസാധാരണമായ വാതിലുകളെ തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ 4 വാക്യം പറയണം, യോഹന്നാൻ സുവിശേഷം 1:4 പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണമേ, ഇതാ വചനത്തിന് ജീവനുണ്ട്, വചനം മനുഷ്യരുടെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ കണ്ണുകൾക്കോ ലോകത്തിൻ്റെ കണ്ണുകൾക്കോ ശത്രുവിനോ കാണാൻ പറ്റാത്തത് ഈ വചനം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. അടുത്ത താഴോട്ട് 9 വാക്യം പറയുകയാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇതാ ലോകത്തിലേക്ക് വന്നു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, വചനത്തെക്കുറിച്ചാണ് ആഴമായി വെളിപ്പെടുത്തുന്നത്. ആ വചനം വെളിപ്പെടുകയാണ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വരുമ്പോൾ വചനം ജഡമായി തീർന്നു എന്ന് നമുക്ക് കാണാം. എന്നെ കേൾക്കുന്നവരെ, കൃപയും സത്യവും നിറഞ്ഞവനായി അവരുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചു എന്നുള്ളത് നമുക്ക് കാണുന്നു. വചനമാണ് യേശു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. യേശുവിനെ നിന്നെ തൊടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിനകത്ത് നീ വിശ്വസിച്ചോ, കർത്താവ് നിന്നെ തൊടും. കർത്താവിൻ്റെ കരം ഈ വചനം ഇറങ്ങി വരുന്നത് അത് അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഏത് പാറയും തകർക്കുന്ന
പറയുന്ന ദൈവത്തിൻ്റെ വചനമായ ചുറ്റിയിൽ ഇതാ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഈ വചനം ഒരാൾ മുറുകെ പിടിച്ചാൽ ആ വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഞാൻ ആഴമായി ഒന്നുകൊണ്ടെന്ന് പറയട്ടെ. ഇതാ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അലിയ ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തേണ്ടതിനായിട്ടും അലിയ ദുർദിവസങ്ങളിൽ എതിർത്ത് നിന്ന് പൂർണ്ണമായി ജയം പ്രാപിക്കേണ്ടതിനായിട്ട് നാം ചെയ്യേണ്ടത് സർവായുധ വർഗം ധരിക്കണമെന്നാണ് പറയുന്നത്. സർവായുധ വർഗം 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 6 കാര്യങ്ങളിൽ നിന്ന് 4 കാര്യങ്ങൾ ഫിക്സ് ആണ് എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന ശിരസ്ത്രവും സുവിശേഷം എന്ന ചെരുപ്പും നീതി എന്ന കവചമൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ 2 കാര്യങ്ങൾ ആക്റ്റീവാണ്. അതിനകത്ത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സത്യം അരക്കി കെട്ടുന്നത് പോലെ തന്നെ ഈ 4 കാര്യങ്ങൾ ഫിക്സഡായി നിൽക്കുമ്പോൾ വിശ്വാസം എന്ന പരിച ആക്റ്റീവാണ്. അറിയാം, ആക്റ്റീവ് അല്ലാത്തിടത്തോളം കാലം ശത്രുവിൻ്റെ അമ്പുകൾ നമുക്ക് വെളിപ്പെടും. ശത്രുവിൻ്റെ എതിർപ്പുകൾ അല്ലെങ്കിൽ ശത്രു അയക്കുന്ന അമ്പുകൾ നമുക്ക് കൊള്ളാം. വിശ്വാസത്തിൽ നിന്നോട് എതിർത്താൽ യാക്കോബ് പറയുന്നു, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിന്നെ വിട്ട് ഓടാൻ പോയി. അപ്പോൾ വിശ്വാസം എന്ന പരിച എടുക്കണം. വിശ്വാസം എന്ന പരിച വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുമെന്ന് റോമാലേഖനം 10-17 വാക്യം പറയുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ചലിക്കാൻ പ്രിയ. വിശ്വാസത്തിൽ ഒരാൾ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ഇന്നുവരെയും കാണാത്ത ചലനങ്ങൾ നടക്കാൻ തുടങ്ങും. ഇന്നുവരെയും കാണാത്ത വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങും. എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചലിച്ചു തുടങ്ങും. ഒരു അസാധാരണ ചലനം സംഭവിക്കുകയാണ്. അസാധാരണ വിടുതലുകൾ സംഭവിക്കുകയാണ്. ഇതാ ചിലവർക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. എൻ്റെ കൂടെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിലും ആക്റ്റീവായ ദൈവം അത് ചെയ്യാൻ പോകുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ ബോധ്യമാണ്. ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു ഒരാൾക്ക് ബോധ്യം വരാൻ തുടങ്ങിയാൽ ആ ബോധ്യത്തിനകത്തൊരു ഉറപ്പ് വ്യാപരിക്കുകയാണ്. ആ ബോധ്യം നിൻ്റെ അത്ഭുതത്തിലേക്ക് നിന്നെ നടത്തും. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇതാ വിശ്വാസത്തെ ആക്റ്റീവാക്കുകയാണ്. അടുത്തത് അറിയാം, വചനമെന്ന വാള്. ഈ വചനമെന്ന വാള് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് ഇത് ആക്റ്റീവ് ആണെങ്കിൽ നിൻ്റെ തടസ്സം മാറുന്ന, നിനക്ക് മുമ്പിൽ ശത്രു ഒരുക്കിയിരിക്കുന്ന തടസ്സം നിൻ്റെ കണ്ണിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ടാകാം, നിൻ്റെ കാലുകളെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം, നിൻ്റെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ പറയാണ്, ഈ വചനമെന്ന വാള് എന്നിൽ ആക്റ്റീവായതുകൊണ്ട് ശത്രു പറഞ്ഞതൊന്നും എന്നിൽ സംഭവിക്കത്തില്ല. ഞാൻ ഇങ്ങനൊന്ന് പദം വിളിച്ചു പറയാണ്, നിനക്ക് വിരോധമായി അവൻ ഉണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കത്തില്ല. ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം, ശത്രു രഹസ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ വചനമെന്ന വാൾ എന്നിൽ ആക്റ്റീവായതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇപ്പോൾ ഞാൻ ചിലതിനെ ജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചിലതിനെ ജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ കർത്താവെ, ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തി ചിലവരുടെ മേളിൽ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ ശിഷ്യന്മാർ ആ തിരമാലയിൽ ആ കാറ്റിനാൽ ആടി ഉലയുകയാണ്. മരിക്കും തീരുമെന്നൊക്കെയുള്ള ആ വലിയ ചലനം ശത്രു വിളിച്ചു പറയുമ്പോൾ എൻ്റെ കർത്താവ് എഴുന്നേൽക്കുകയാണ്. അവൻ എഴുന്നേറ്റാൽ വിശ്വസിക്ക്, ശത്രു ചിതറിപ്പോകാൻ പോവുകയാണ്. ഇതാ നിന്റെ മുമ്പിൽ വിരോധമായി പൊങ്ങിയ തിരമാലകൾ കാറ്റടങ്ങാൻ പോവുകയാണ്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ചിലത് അവസാനിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം യേശു കർത്താവ് ആ പടകിൽ എഴുന്നേറ്റിട്ട് കാറ്റിനോട് പറയുക അടങ്ങുക, കടലിനോട് പറയുകയാണ് ശാന്തമാകുക. ആ ദൈവ ശബ്ദം ഇന്ന് ചിലവരുടെ ജീവിതത്തിനകത്ത് ചലനങ്ങൾ ഉണ്ടാക്കുകയാണ്. ദൈവ ശബ്ദം ചിലവരുടെ വഴികളെ തുറക്കുകയാണ്. ആ ആത്മാവിൽ എൻ്റെ കൂടെ നിന്ന് പറയാൻ പറ്റുമോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ആത്മാവിൽ സ്വീകരിക്കുക. ഇതുവരെയും വെളിപ്പെടാത്തൊരു സൗഖ്യം നിന്റെ വെളിയിലേക്ക് ഇതാ പറന്നിറങ്ങാൻ പോകുകയാണ്. ഞാൻ ചിലവരെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലവന്റെ അടുക്കിലേക്ക് ഇതാ ദൈവികമായ വിടുതലുകൾ ലാൻഡ് ചെയ്യുകയാണ്. ഇതാ നിന്റെ മേളിലേക്ക് ആ പുതപ്പ് വീഴുന്നത് പോലെ, നിന്റെ മേളിലേക്ക് ആ ചലനം സംഭവിക്കുന്നത് പോലെ എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഇതാ വിതക്കാരൻ്റെ ഏറ്റവും വലിയ ഉദമ വചനം വിത്താണെന്നാണ് പറയുന്നത്. വചനം വിത്താണെന്നെങ്കിൽ നീ വിശ്വസിച്ചോ, വിതച്ചാൽ അത് പൊങ്ങി വരും, വിതച്ചാൽ അത് പൊങ്ങി വരും. ആത്മാവിൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് 3 പ്രോസസ്സുകളിലേക്ക് പോയതുപോലെ അത് തളർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിന്റെ വിഷയത്തിനകത്ത് അത്ഭുതം വരികയാണ്. അറിയാം, നിന്റെ തലമുറ വിഷയത്തിനകത്ത് അത്ഭുതം വരികയാണ്. നിന്റെ മേളിൽ ഒരു വഴി തുറക്കുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ നാർപ്പിട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ചില എരിഹോ മതിലുകൾ വീഴട്ടെ, ചില വിരോധങ്ങൾ അവസാനിക്കട്ടെ, ഇപ്പോൾ മുതൽ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, എൻ്റെ കൂടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലവർക്ക് വേണ്ടി ഇപ്പോൾ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു, വചനം എന്ന വാൾ ആക്റ്റീവ് ആക്കുക. നീ മുൻപോട്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങളിൽ ആക്റ്റീവ് ആണെങ്കിൽ, വിശ്വാസത്തിന്റെ പരിചയം വചനം എന്ന വാളും ഒരു വ്യക്തിയുടെ മേളിൽ, ഒരു ഭക്തന്റെ മേളിൽ ആക്റ്റീവ് ആണെങ്കിൽ അവൻ മുമ്പോട്ട് പോവുകയാണ്. അവൻ പുറകോട്ട് പോകത്തില്ല. അവൻ തടസ്സങ്ങളെ ജയിക്കുന്നവനാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ആഴം അറിയുക. ആ വചനം എന്ന വിത്തിനകത്ത് നിങ്ങളൊന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കേ, ഈ വിത്ത് വിതച്ചാൽ
അടുത്ത ദിവസങ്ങളിൽ ചിലത് പൊങ്ങി വരും. ആത്മാവിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ആ വചനം പ്രവൃത്തി പദത്തിലേക്ക് വരികയാണ്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതമായി തീരുകയാണ്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ഈ ദൈവിക ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം, അല്ലെങ്കിൽ യഹോവയെ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇന്നലകളിൽ തകർച്ച കണ്ടവർ, ഇന്നലകളിൽ എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞ ചിലവരെ നോക്കി ഇതാ ഈ വചനം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. യഹോവ പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. അവൻ്റെ വലംകരം നിനക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അവൻ്റെ ഭുജം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഞാൻ ആരംഭത്തിൽ ഒരു വാക്യം വായിച്ചു തുടങ്ങിയാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 126 വാക്യം ആദ്യ ഭാഗം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഇറ്റ് ഈസ് എ ടൈം ഫോർ ദ ലോർഡ് ടു ആക്ട്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം. നമ്മുടെ ജീവിതത്തിനകത്ത് പല മേഖലയിൽ നമ്മൾ തകർന്നും കുഴഞ്ഞും ഇനി ഒരു മറുപടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യത്തെ അങ്ങ് മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കുക. ഇത് യഹോവേ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോറെ, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം. ആ സമയം ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇന്നലകളിൽ നിരാശപ്പെട്ട് ഇനിയൊരു വഴിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന പത്രോസിൻ്റെ പടകിൽ ദൈവത്തിന് പ്രവർത്തിക്കാനൊരു സമയമുണ്ട്. ഖനാവിലെ കല്യാണ വീട്ടിലെല്ലാം തീർന്നെന്ന് പറഞ്ഞ് അകത്ത് നിൽക്കുന്നവർ ഭാരപ്പെടുമ്പോൾ എൻ്റെ കർത്താവിന് പച്ചവെള്ളം വീഞ്ഞാക്കാൻ ഒരു സമയമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചൊന്ന് പറ, നിനക്കും നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു സമയം. ലോകം മുഴുവൻ നിലവിളിയുടെ കൂടെ വരികയാണ്. നൈല വിധവ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ആർക്കും അവളോടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. എന്തോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷെ കർത്താവ് പറയുന്നു, ഇതെനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട. എന്നിട്ട് ആ ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ ചുമന്നവർ നിന്നു. ഇതാ മരിച്ചവനെ മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവിക സമയത്തിന്, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയുടെ സമയം, അല്ലെങ്കിൽ ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സമയത്തിനകത്ത് ആഴമെന്ന് പറയുന്നത് നിന്റെ നഷ്ടങ്ങൾ ലാഭമായി തീരും. നിന്റെ ജീവിതത്തിനകത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞത് തുറന്നു വരാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ പറയുന്നു, ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവപ്രവർത്തികൾക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ആ ആഴത്തിനകത്ത് എന്നെ കേൾക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് സ്വീകരിച്ചോ. ഹല്ലേലൂയ. ദൈവപ്രവർത്തികളെ തടയാനായി ഒരു ഫറവോന് ശക്തി എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാൻ ആത്മാവിൽ ആ വാക്യം ഒന്നുകൂടെ എന്ന് പറയുകയാണ്, യഹോവേ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം തിരിച്ചറിയേണ്ടത്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെടും. നമ്മുടെ വിളിക്കനുസരിച്ച് നമ്മുടെ നന്മകളെ ശത്രുവിന് തടയാൻ പറ്റത്തില്ല, ശത്രുവിന് അത് നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശത്രുവിന് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. ആ വാക്യത്തിനകത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം അതിൻ്റെ 17 വാക്യം. മിസ്രൈം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേര് പറയും. ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചോ. മിസ്രൈം രാജാവിന്, അല്ലെങ്കിൽ ഫറവോന്റെ പേരെന്ന് പറയുന്നത് വിനാശമെന്നും സമയം തെറ്റി വരുന്നതെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കെ, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് ഒരിക്കലും ശത്രുവിന് നന്മകളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവനൊന്ന് ചെയ്യാൻ പറ്റും, സമയത്തെ തെറ്റിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചത് ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരാത്ത രീതിയിൽ ചിലത് തെറ്റിപ്പോകുന്നത് പോലെ. എന്നാൽ ഈ വചനത്തിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലെയിം ചെയ്തോ. ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പേ ചിലത് സമയം തെറ്റി നിൽക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം. 40-ാമത്തെ വയസ്സിൽ നടക്കേണ്ടത് 60-ാമത്തെ വയസ്സിൽ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ലോൺ അടയ്ക്കേണ്ട പൈസ ഇന്ന് കിട്ടാതെ അടുത്ത 2 ദിവസം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത് പോലെ ഇന്ന് നിന്റെ നന്മകളെ തടയാൻ നോക്കുന്ന ചിലതിനെ ആത്മാവിൽ ഇതാ ദൈവം വെട്ടുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ വിശ്വസിക്ക്. ഫറവോനെ ശക്തികളെ ജയിക്കുന്ന ഒന്ന് ഇന്ന് നിന്റെ മേളിൽ വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഫറവോന്റെ ആ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 25-28 വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ
ഫറവോൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാകും. അറിയാം, നീണ്ട നാളുകൾ അവൻ്റെ അടിമത്വത്തിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ്. വിടാൻ തയ്യാറല്ല, നന്മയിലേക്ക് വിടാൻ തയ്യാറല്ല, എല്ലാ സമയം തെറ്റിക്കാൻ നോക്കുന്ന ഒരനുഭവം അവിടെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫറവോൻ്റെ മുഖങ്ങൾ നിന്റെ വെളിയിൽ നിന്ന് അഴിഞ്ഞു പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ അമ്മിക്കയറുകൾ പൊട്ടിമാറാൻ പോവുകയാണ്. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വാക്യങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ഫറവോൻ മോശെയും അഹ്റോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യത്തിന്റെ ആഴം എന്ന് പറയുന്നത് 8-ാം അധ്യായം 1-ാമത്തെ വാക്യം കാണുന്നതാണ്. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുമെന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഫറവോന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഫറവോൻ നമ്മുടെ നന്മകളെ ലേറ്റാക്കാൻ നോക്കുന്നത് കൊണ്ട് അറിയാം, വിടുതൽ നടക്കുമെന്ന് ഫറവോൻ അറിയാം. പക്ഷേ ഫറവോൻ അതിന് എത്ര ലേറ്റാക്കാൻ പറ്റും എന്നുള്ളതാണ് ഫറവോൻ നോക്കുന്നത്. ഫറവോൻ പറയുകയാണ്, നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നിങ്ങൾ ഈ ദേശത്ത് തന്നെ ആരാധിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന സ്ഥലത്തൊന്നും പോകണ്ട, ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വത്തിലേക്ക് പോകണ്ട, നീ ആ വീട്ടിലങ്ങ് ഒതുങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്, ആരാധനയ്ക്ക് പോലും പോകാൻ പറ്റാതെ സാഹചര്യങ്ങളിൽ ഒതുങ്ങിപ്പോയി ഒത്തിരി പേരെന്നെ കേൾക്കുകയാണ്. അതിൻ്റെ 28-ാമത്തെ വാക്യം നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ച്. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫറവോൻ പറയുകയാണ്, നിങ്ങൾ അതിദൂരത്തൊന്നും പോകരുത്, ഞാനൊരു ലിമിറ്റ് പറയാം എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്നത് പോലെ നിങ്ങളെ ആരാധിക്കും. ഞായറാഴ്ച തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് വീണ്ടും കഷ്ടതയും കണ്ണുനീരുമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. ആരാധനയുടെ സന്തോഷം തരാത്തൊരു തന്ത്രം, അറിയാം, എല്ലാ നന്മകളും ലേറ്റാക്കുന്നത്, മടുപ്പിക്കുന്നത് പോലെ. എന്നാൽ ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് വായിക്കുകയാണ്, 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശയെ വിളിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിക്കുവിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങനെ നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഫറവോന്റെ 3-ാമത്തെ തല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫറവോൻ പറയുകയാണ്, നിനക്ക് നന്മ തരത്തില്ല, നിന്റെ ആടും കന്നുകാലിയും എല്ലാം ഇവിടെ നിന്നോട്ടെ, നീയും നിന്റെ കുട്ടിയും പോയിക്കോ ആരാധിക്കാനായിട്ട്, നിന്റെ കുടുംബമായിട്ട് പോക്കോ. പക്ഷെ ഒത്തിരി പോകത്തില്ല, കാരണം നന്മ കിട്ടാത്തതുകൊണ്ട് നീ നിന്റെ ദൈവത്തെ തള്ളി പറയും. അപ്പോൾ ഫറവോൻ നമ്മുടെ നന്മകളെ അവകാശം പറഞ്ഞ് ലേറ്റ് ആക്കുന്നത് പോലെ നിൽക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഫറവോനെയും അവൻ്റെ ശക്തിയും ചെങ്കടലിൽ മുക്കിയതുപോലെ എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവെ, അങ്ങയുടെ നാമത്തിൻ്റെ അധികാരത്തിൽ എൻ്റെ ടൈമുകളെ നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ വഴിയെ അടച്ച ഇപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് മാറേണ്ടതിനായിട്ട് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ഒരു ദൈവ പ്രവൃത്തി കർത്താവെ അങ്ങയുടെ മക്കളുടെ മേളിലേക്ക് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നപ്പാ, ഇതൊരു ദൈവ പ്രവൃത്തിയുടെ സമയമാക്കണമേ, ഇത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന സമയമാക്കണമേ അപ്പാ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഇതൊരു ദൈവിക സമയമായി ഇത് തീരുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ഇത് തീരുകയാണ്. ഞാൻ അധികമായി വിശ്വസിക്കുന്നു. ഫറവോൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ നന്മകളെ തടഞ്ഞ്, ഞങ്ങളുടെ സമയത്തെ തടഞ്ഞത്, ഹല്ലേലൂയ, വിനാശം പോലെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാം. നിങ്ങൾക്ക് അതൊന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഒരു സൗരി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ്, പാസേ, അറിയാം, അന്ന് കുടുംബ വിഷയത്തിനകത്ത് ഞങ്ങൾ ഒരു കുടുംബത്തിനകത്ത് നിന്ന് പൈസ വാങ്ങിയതാണ്. ഹല്ലേലൂയ, അവരുടെ മകളുടെ കല്യാണം ഉറപ്പിന് ആ പൈസ കൈമാറണം. അന്ന് രാവിലെ 11 മണിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. ഹല്ലേലൂയ, രാവിലെ ഒന്ന് ബാങ്കിൽ ഭയങ്കര ക്യൂ, അവസാനം പൈസ മാറാനായിട്ട് നിന്ന് ലേറ്റ് ആകുകയാണ്. വന്നപ്പോൾ ആ സൈൻ ശരിയല്ലെന്ന് പറഞ്ഞു. അറിയാം, പൈസ സമയത്ത് കൊടുക്കാൻ പറ്റാതായി, ആ വിവാഹ നിശ്ചയത്തിന് പ്രശ്നമായി. എൻ്റെ കുടുംബം അസാധാരണ പ്രശ്നത്തിലേക്ക് മാറി. അവരങ്ങ് വാവിട്ട് കരയുകയാണ്. ഒരു സൈനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ പൈസ കിട്ടില്ല. അതേപോലെ വിദേശത്തു നിന്നൊരു ചെക്ക് അയക്കാനായിട്ട് ഒരു വസ്തുവിൻ്റെ ഹല്ലേലൂയ പൈസ കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിദേശത്ത് അയക്കുമ്പോൾ ചെക്ക് കൊടുത്തതാണ്, പക്ഷേ അഡ്രസ്സ് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ട് നമ്പർ, ചെക്കിൻ്റെ പുറകിൽ എഴുതിയത് അക്കൗണ്ട് നമ്പർ മാറിപ്പോയി. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനകത്ത് അറിയാം, ഫ്ലൈറ്റ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്, USA നിന്നാണ് വരേണ്ടത്. പക്ഷേ ദിവസങ്ങൾ 1 മാസം തെറ്റിയതോടെ ഈ സഹോദരിയുടെ കടബാധ്യത വർദ്ധിച്ചു, പലിശയ്ക്ക് വീണ്ടും പൈസ അടയ്ക്കേണ്ടി വന്നു, കുടുംബം മുഴുവൻ തകർന്നതുപോലെ. ഞാനെന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ സന്തോഷത്തെ തകർത്ത് കളയുന്ന ഒരു ഫറവോനി ശക്തിയെ നോക്കിയിട്ട് നീ വിശ്വസിച്ചുകൊണ്ട് പറയണം, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, സകലതും മടങ്ങി വരും. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിൻ്റെ അധികാരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളത് മടങ്ങി വരാൻ കൽപ്പിക്കണം. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ദാനിയേൽ അറിയാം, ദൈവത്തിന് ഇഷ്ടപുരുഷനാണ്. ദാനിയേലിനെ നോക്കിയിട്ട് ഇതാ ദൂതൻ പറയുകയാണ്, നീ ദൈവസന്നിധിയിൽ താഴ്ത്തി, നിന്നെ തന്നെ താഴ്ത്തി ആദ്യ ദിവസം തന്നെ അറിയാം, ഞാൻ സ്വർഗത്തിൽ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിൻ്റെ മറുപടിയുമായിട്ട്. പക്ഷേ കഴിഞ്ഞ 21 ദിവസം എന്നെ ഡിലേ ചെയ്ത നിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാതെ ഒരു പാർസ്യ ശക്തി, പാർസ്യ പ്രഭു എന്നെ തടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ദൂതന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന മിഖായേലും കൂടെ ഇറങ്ങി വന്നതോടെ 21ാമത്തെ ദിവസം നിൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ നന്മകൾ അടുത്തു വരാത്ത രീതിയിൽ തടയുന്ന എന്തോ ഒരു മണ്ഡലം ഇന്ന് ആത്മാവിൽ അത് മാറുകയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. ഇതാ 10 കന്യകമാർ, മത്തയുടെ സുവിശേഷം നമുക്ക് കാണാം. 10 കന്യകമാർ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷെ സമയം താമസിക്കുമ്പോൾ എന്തോ ഒരു ഡിലേ വരികയാണ്. ആ 10 കന്യകമാർ ഉറക്കം പിടിക്കുകയാണ്. പക്ഷേ മണവാളന്റെ ശബ്ദം കേട്ട് വരുമ്പോൾ കയ്യിൽ എണ്ണയില്ലാത്തത് കൊണ്ട്, എണ്ണ കുറഞ്ഞതുകൊണ്ട് 5 പേർക്ക് വിളക്ക് കത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതാ 5 പേരുടെ കയ്യിൽ വിളക്ക് കത്തിക്കാൻ കഴിയാതെ അവർക്ക് ആ മണവാളന്റെ വരവിനെ എതിരേൽക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഒരു പാപവും ചെയ്തില്ല, ഒന്നും അവിടെ സംഭവിച്ചതായി കാണുന്നില്ല. കാരണം അവരും ഒരുങ്ങിയതാണ്, അവരും രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ വിളക്കിലെ എണ്ണ തീർന്നു പോയി. ഡിലേ ആയി പോകുന്നത് പോലെ നന്മകളെ ഡിലേ ആക്കുന്നത് എന്തോ ഒന്ന് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ക്യാൻസലാകിയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഫറവോന്റെ ശക്തികൾ അവൻ ബലത്തോടെ ഡിലേ ആക്കുന്ന ചിലത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസലാകിയാണ്. നിനക്ക് വരേണ്ട സാമ്പത്തിക വിടുതൽ, നിനക്ക് വരേണ്ട ജോലി, നിനക്ക് വരേണ്ട ഉയർച്ചകൾ ഡിലേ ആയി തീരുന്നത് യേശുവിന്റെ നാമത്തിൽ ക്യാൻസലാക്കുകയാണ്. ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ച് ആ വലിയ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ മേലിൽ സംഭവിക്കട്ടെ. ഒരു വാക്യം കൊണ്ടൊന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ പറയണം എൻ്റെ കൂടെ ചേർത്തുകൊണ്ട്, കർത്താവേ, ഞാൻ ബലാൽക്കാരിയാണ്, ഞാൻ ബലാൽക്കാരത്തോടെ ഇന്ന് പറയുന്നു, എൻ്റെ നന്മകൾ തിരികെ വേണം എനിക്ക്. അതിന് ഒരു വാക്യം ആധാരമായിട്ട് യെശയ്യാവ് 42-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികൾ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നുമില്ല. അവർ കൊള്ളയിട്ട് പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. ആ വാക്യത്തിന്റെ അവസാനം നിങ്ങൾ നോക്കേ. അല്ലെങ്കിൽ അതുവരെ നോക്കിയാൽ കളിപ്പിക്കപ്പെട്ട, കുടുങ്ങിപ്പോയ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ആ ജനത്തെ നോക്കിയിട്ട് പറയണം, ആരും പറയുന്നില്ല മടക്കി തരാനായിട്ട്. നിങ്ങളുടെ പോയ വർഷങ്ങൾ, പോയ നന്മകൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവിക അധികാരത്തിൽ, ദൈവം എൻ്റെ കൂടെ ഉള്ളതുള്ള ഉറപ്പിൽ നിങ്ങളുടെ ആദരങ്ങൾക്ക് ബലമുണ്ട്. മരണവും ജീവനും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കാൻ. ഒന്നുകൂടെ യേശു പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീ പറഞ്ഞാൽ അത് നിന്റെ മുമ്പിൽ നീ കടലിൽ പോയി ചാടും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വാസത്തോടെ പറ, പോയ നന്മകൾ മടങ്ങി വരണം. എൻ്റെ നന്മകൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗഖ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ വർഷങ്ങൾ ഇതാ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ എന്ന് കൽപ്പിക്കുക. ഇപ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് ചിലത് മടങ്ങി വരികയാണ്. ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറ, ഇപ്പോൾ മുതൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് 3 തിരിവുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രവചനവാക്യം പോലെ പറയുകയാണ്. അറിയാം, നിങ്ങളുടെ സമയമൊന്നും ആയിട്ടില്ല, നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്. യേശു തന്റെ അമ്മയായ മറിയയോട് പറയുകയാണ്, അറിയാം, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. നാഴിക ആയിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലും നിന്റെ വിശ്വാസത്താൽ നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഇപ്പോൾ മുതൽ ചിലത് തിരിയും. രണ്ടാമത്തെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ എൻ്റെ കൂടെ അത് പറയുമ്പോൾ ഒരു തിരിവുണ്ടാകുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുവിൻ. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനകത്തൊരു പദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. എൻ്റെ സമയം അടുത്തിരിക്കുന്നു. സമയമായിട്ടില്ല, ഒന്നും നടക്കുന്നില്ലെന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലോട്ട് തിരികെയാണ്. സമയമെടുത്തു മാസേ. ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കൊന്നും നടക്കുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലെന്ന് പറഞ്ഞവർ ചിലർ പറയുന്നു, കൈ പോലൊരു മേഘം തെളിഞ്ഞു തുടങ്ങി, വൻമഴയ്ക്കുള്ള സാധ്യത വരികയാണ്, സമയമെടുത്തു. അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു പ്രവചന ശബ്ദമാണ് ഞാൻ നിങ്ങളോട് നോക്കി പറയുന്നത്. അടുത്ത പദം ഇതാ, പുറപ്പാട് പുസ്തകം 9-ന്റെ 5-ാമത്തെ വാക്യം. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചു. സമയം അടുത്തു എന്ന് പറയുന്ന ചിലരെ നോക്കി ഇതാ കർത്താവ് പറയാണ്, നാളെ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവ് സമയം കുറിക്കുകയാണ്. ഇതാ യഹോവേ, നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണിത്. ദൈവം സമയം കുറിച്ചാൽ, ദൈവം സമയം പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അത് തടയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരത്തെ തിരിക്കാനോ അവന് വിരോധം പറയാനോ ഒരു ശക്തിക്കും കഴിയാത്തത് കൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, സമയത്തിൻ്റെ തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു വലിയ സമയത്തിൻ്റെ തിരിവുണ്ടാകാൻ പോവുകയാണ്. ഇവരുടെ മേളിൽ ഒരു വിടുതൽ സംഭവിക്കുന്നു. കർത്താവെ, എൻ്റെ കൂടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം കാണാൻ പോവുകയാണ്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്.
ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാലിൻ്റെ ഭാഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അൾസർ പോലെ വെരിക്കോസ് വെയിൻ വന്നിട്ട് അൾസർ പോലെ ആയിരുന്നു. അത് പൊട്ടി ഇങ്ങനെ വെള്ളം പോലെ വരുമായിരുന്നു. പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു. അത് പൂർണ്ണ സൗഖ്യമായി. അതുപോലെ തോളിൽ വേദന ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ എടുക്കണം, ഭാരമൊക്കെ എടുക്കണം. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ സൂമിൽ പ്രവർത്തിച്ച അനവധി സാക്ഷ്യങ്ങളുണ്ട്. മുട്ടുവേദനയൊക്കെ എൻ്റെ പൂർണ്ണമായി മാറി തന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ആഗ്രഹിച്ച വന്നിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് ലഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വചനത്തോട് പറ്റിച്ചേർന്നിരിക്കാനും ഒത്തിരി കൃപകളാലും ദൈവം നന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഒരു സാക്ഷി ഇനിയും നിൽക്കണം, കുടുംബമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇടവരുത്തുന്നതായ സ്തോത്രം, നന്ദി. ആമേൻ. കണ്ണുകൊണ്ട് നടക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളോട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്, ഇത് ദൈവികമായ ചലനത്തിൻ്റെ സമയമാണ്. കർത്താവേ, ഇവരുടെ ജീവിതത്തിനകത്ത് തുള്ളനും വെട്ടുക്കളിയും പച്ചപ്പുഴുവും തിന്ന സംവത്സരങ്ങളെ ദൈവം ഇവർക്ക് മടക്കി കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഇവരുടെ ജീവിതത്തിനകത്ത് ചലനങ്ങൾ നടക്കുന്നു, ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. കർത്താവേ, ഇതൊരു അത്ഭുതമാക്കുന്നതിനായി നന്ദി. അനേകർ സൗഖ്യമാകുകയാണ്, അനേകരുടെ വഴികൾ തുറക്കുകയാണ്, അനേകരുടെ വിസയുടെ മേളിൽ ദൈവപ്രവൃത്തി നടക്കുകയാണ്, എക്സാമുകൾ പാസ്സാകുകയാണ്. കർത്താവേ, ഇതൊരു അനുകൂലതയുടെ സമയമാക്കണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വിടുതൽ വന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറയണം. അതേപോലെ തിരുവനന്തപുരം, കൊല്ലം, കുണ്ട്ര, എറണാകുളം, തൃശ്ശൂരിലൊക്കെ നമ്മൾ ഈ ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഒരു ആരാധനയ്ക്ക് അറിയാം നേരിട്ട് കടന്നു വരികയും ഇപ്പോൾ തന്നെ ആ വിടുതലിന് വേണ്ടി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചില തിരിവുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. പ്രത്യേകിച്ച് അറിയാം, ശനിയാഴ്ച എറണാകുളത്ത്, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊക്കെ എറണാകുളത്ത് ആരാധന നടക്കുന്നു. തൃശ്ശൂരിൽ ഞായറാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവിലെ ആരാധന നടക്കുന്നു. കൊല്ലത്ത് ഞായറാഴ്ചയും ബുധനാഴ്ചയും ആരാധന നടക്കുന്നു. അറിയാം, തിരുവനന്തപുരത്ത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും വരാൻ നടക്കും. നിങ്ങൾ ഒരുമിച്ച് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം. അറിയാം, നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കണം. ഒരു വലിയ ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുമിക്കാം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.